നമസ്കാരം. ഒരു പ്രണയിനിയെ സ്വന്തമാക്കാനായി ജോണി എന്നു പേരുള്ള ഒരു ആൺകടുവ കൗതുകജനകമായ യാത്ര നടത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് തെലങ്കാന വരെ 300 കിലോമീറ്റർ ദൂരമാണ് അവൻ യാത്ര ചെയ്തത്. ഒരു മാസം മുമ്പാണ് മഹാരാഷ്ട്രയിലെ പൈൻഗംഗ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ജോണി എന്ന 6 വയസ്സുകാരൻ കടുവ യാത്ര തിരിച്ചത്. അങ്ങനെ ഇക്കഴിഞ്ഞ നവംബർ 19 ജോണി തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിൽപ്പെട്ട കവാൽ കടുവാ സങ്കേതത്തിൽ എത്തി. ജോണിയുടെ വരവ് അവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ശീതകാലം ആരംഭിക്കുന്നതോടെ പെൺകൂട്ടാളികളില്ലാത്തതിനാൽ അവയെ തേടി പല ആൺകടുവകളും തങ്ങളുടെ വാസസ്ഥലം വിട്ടിറങ്ങാറുണ്ട്. ജോണിയുടെ വരവിൽ ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. അവൻ ഈ കടുവാ സങ്കേതത്തിൽ നിന്ന് തിരികെ മടങ്ങില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ പ്രദേശം അവന്റെ തുടർന്നുള്ള താമസയിടമായി മാറാനാണ് സാധ്യത. ഇവിടെ അവന് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇരയെയും ആവാസ വ്യവസ്ഥയെയും കണ്ടെത്താനാകും. തെലങ്കാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ എലൂസിംഗ് മേരു പങ്കുവച്ചു. ആവാസയിടങ്ങളിൽ ഇണയെ ലഭിച്ചില്ലെങ്കിൽ അതിനായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ ആൺകടുവകൾ തയ്യാറാകും. ഈ വിധത്തിൽ ആൺകടുവകൾ ആദിലാബാദ് ജില്ലയിലേക്ക് എത്തുന്നത് പതിവാണ്. ജോണി ഇപ്പോൾ തിരിയാനി വനമേഖലയിലാണ് ഉള്ളതെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജോണിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള റേഡിയോ കോളർ വഴിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവയുടെ സഞ്ചാരപാത മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്രയിലെ കാൻവത്തിൽ നിന്ന് ആരംഭിച്ച ജോണിയുടെ യാത്ര ഭയൻസ, കുണ്ടാല, സാരംഗ്പൂർ, ഇക്കോഡ, ഉദ്നൂർ എന്നീ മേഖലകൾ കടന്നാണ് ഇപ്പോൾ തെലങ്കാനയിൽ എത്തി നിൽക്കുന്നത്. തെലങ്കാനയുടെ വടക്കേ അറ്റത്താണ് കവാൽ ടൈഗർ റിസർവ് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ തഡോബ ടൈഗർ റിസർവ്, തിബേശ്വർ വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിൽ നിന്നും ഇവിടേക്ക് പ്രവേശിക്കാനാകും. വനനിബിഡമായ കവാൽ കടുവാ സങ്കേതത്തിന് 2000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തീർണമുണ്ട്. ധാരാളം പുൽമേടുകളുള്ള ഈ പ്രദേശത്ത് പക്ഷേ 2 വർഷമായി സ്ഥിരതാമസമുള്ള കടുവകളില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ കവാൽ റിസർവിന്റെ ഇടനാഴിയിലും ബഫർ ഏരിയകളിലുമായി കുറച്ച് കടുവകൾ ഉണ്ടെങ്കിലും അവ സ്ഥിരതാമസക്കാരല്ല. അവർ ഇടയ്ക്കിടെ കടുവാ സങ്കേതത്തിന്റെ അകത്തേക്കും പുറത്തേക്കും മാറിക്കൊണ്ടിരിക്കും. ഡോക്ടർ എലൂസിംഗ് മേരു പറയുന്നു. ജോണിയെ കൂടാതെ മറ്റു ചില കടുവകൾ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. അങ്ങനെ കവാൽ റിസർവിൽ പുതുതലമുറയിലെ കടുവകളെ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ഈ കടുവാ സങ്കേതത്തിന് സമീപത്തുകൂടെ ഗോദാവരി നദി ഒഴുകുന്നതിനാൽ ജലലഭ്യതയുള്ള പ്രദേശമാണിത്. അതിനാൽ തന്നെ കടുവകളുടെ പ്രജനനത്തിന് അനുയോജ്യമായ സ്ഥലമാണിത്. അതേസമയം ഇവിടുത്തെ ബഫറിലെയും ഇടനാഴിയിലെയും ചില പാരിസ്ഥിതിക വെല്ലുവിളികൾ കാരണമാണ് പല കടുവകളും ഈ സങ്കേതത്തിനുള്ളിൽ പ്രവേശിക്കാത്തത് എന്ന് ഫീൽഡ് ഡയറക്ടർ എസ് ശാന്താറാം പങ്കുവെക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.